ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നോമ്പൊക്കെ ഏകദേശം കഴിയാനായി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും തന്നെ നഖത്തിലൊക്കെ കെമിക്കലൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മൈലാഞ്ചി ഉണ്ടാക്കിയെടുത്തിട്ട് ഇടുന്നത് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യണത്. അപ്പോൾ അറിയുന്ന കൂട്ടുകാരുണ്ടാവും, അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യണത്. ഇഷ്ടമുള്ളവരൊക്കെ കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ജീരക മൈലാഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കഷ്ണം ശർക്കര, കുറച്ച് വലിപ്പത്തിലുള്ള 2 കഷ്ണം ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് പൊടിച്ച് പോലെ ഒന്ന് ചിരവിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി. ഇനിയിപ്പോൾ നമ്മൾ മിക്സിയിൽ എങ്ങനെയായാലും നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ 2 വലിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ലിക്വിഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടിയാണ്, അതായത് തേയില. അതൊരു ചെറിയ ടീസ്പൂണാണ്, അത് വെച്ചിട്ട് 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ട. ഒരു സാധാ ടീസ്പൂൺ വെച്ചിട്ടാണെങ്കിൽ 2 ടീസ്പൂൺ ഉണ്ടായിരിക്കും. ഇനി അതേ അളവിൽ തന്നെ ഞാൻ എത്രയാണോ നമ്മൾ ചായപ്പൊടി ഇട്ടുന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ജീരകമല്ല, പെരുംജീരകമല്ല, ചെറിയ ജീരകം, അതാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഞാൻ സ്പൂൺ വെച്ചിട്ടല്ല, ഒരു കയ്യിൽ തവി ഉണ്ടാകൂലേ അതിന് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വെച്ചിട്ട് ഒരു 2-3 തവി നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലതാണ്. ഞാൻ അപ്പോൾ 2 തവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ഗ്രാമ്പു പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാമ്പു പൊടിച്ചതോ അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ലിക്വിഡ് നല്ലോണം തന്നെ കളറായിട്ട് നമ്മുടെ കൈ പെട്ടെന്നൊക്കെ ചുവപ്പ് കളർ വരാൻ വേണ്ടി സഹായിക്കും. അത് വീഡിയോ സ്കിപ്പായതാണ്. അപ്പോൾ ലേശം ഗ്രാമ്പു പൊടിച്ചത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ പാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരിക്കലും തന്നെ നമ്മുടെ പാത്രം ഒന്നും ചീത്തയായി പോകില്ല കേട്ടോ. ലിക്വിഡൊന്നും ആയിട്ടൊന്നും കറുത്ത് പോകില്ല. നമ്മുടെ അടുത്ത് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ഒരു 2 ചെറിയ പീസ് അലുമിനിയം ഫോയിൽ അതിലൊന്ന് വിരിച്ച് കൊടുത്താൽ മാത്രം മതി. ഏത് പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പാത്രങ്ങൾ അങ്ങനെ നാശമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അറിയില്ലായിരുന്നു. ഇപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചുണ്ടാക്കാൻ തുടങ്ങിയ മുതൽ ഏത് പാത്രത്തിലും നമുക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പഴയ പാത്രമൊന്നും തപ്പിയിട്ടൊന്നും ബുദ്ധിമുട്ടണ്ട. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ഏത് പാത്രമാണോ എടുത്തുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ലീക്കാവാത്ത രീതിയിൽ നന്നായിട്ട് അലുമിനിയം ഫോയിൽ ഒന്നോ രണ്ടോ പീസ് ഒന്ന് വിരിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കഴിഞ്ഞതിന് ശേഷം അലുമിനിയം ഫോയിൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പാത്രം വൃത്തിയായിട്ട് കിട്ടും ചെയ്യും. 2-3 തവണയ്ക്ക് ഈ അലുമിനിയം ഫോയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളിൽ ഞാനൊരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ 4 ഭാഗത്തും നമ്മുടെ ഈ മിക്സർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മിക്സർ എല്ലാ ഭാഗത്തും ഒന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഉൾഭാഗത്ത് ആകണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു പാത്രം വെച്ചു എന്നേ ഉള്ളൂ. ഇനി ആ പാത്രം എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ലിക്വിഡിന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സ്റ്റീൽ പാത്രമാണ്. അപ്പോൾ അത് ഈ ഒരു കളറിലായിട്ടുണ്ട് കേട്ടോ. അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കാണ് ലിക്വിഡ് വീഴാറ്. ഇനി അത് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മളെടുത്ത പാത്രം ഏതാണോ അതിൻ്റെ മുകളിലേക്ക് നല്ല വൃത്തിക്കിരിക്കണ ഒരു പാത്രം എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രമായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ സാധാ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തണുപ്പുള്ളതോ ചൂടുള്ളതോ ഒന്നും ഒഴിക്കണ്ട കേട്ടോ. സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തീയൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കത്തി വരുന്ന സമയത്ത് ഇതൊന്ന് മെൽട്ടായിട്ടൊന്ന് പുകയും. അപ്പോൾ പുകയും പുറത്തേക്ക് വരും. അത് മാത്രമല്ല നല്ലൊരു കരിഞ്ഞ സ്മെല്ലും പുറത്തേക്ക് വരും. നല്ലോണം തന്നെ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. 10 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്തിട്ട് ഈ മുകളിലുള്ള വെള്ളം നന്നായിട്ട് ചൂടായി ഇങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ സമയത്ത് തന്നെ നന്നായിട്ട് ഇതുപോലെ പുകയും പുറത്തേക്ക് വരും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. 10 മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഇത് ഫുള്ളായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വെള്ളം ഏകദേശം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് പുകഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് പുകഞ്ഞ് ഈ വെള്ളം ചൂടായ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത ഉടനെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഐസ് ക്യൂബ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെള്ളം മുക്കി ഒഴിച്ചിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. ഈ വെള്ളത്തിനെ ഒന്ന് തണുപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. അത് ഗ്യാസ് ഓഫ് ചെയ്ത ഉടനെ നമ്മൾ ചെയ്യണം. അങ്ങനെ തണുപ്പിച്ച് വരുന്ന സമയത്ത് ഇതിലുള്ള നീരാവി മൊത്തം നമ്മുടെ പാത്രത്തിലേക്ക് ഉറ്റി വീഴും. അപ്പോൾ ഞാൻ വെള്ളം മൊത്തം മുക്കിയെടുത്തതിന് ശേഷം കുറച്ച് നല്ല തണുത്ത വെള്ളം, നല്ല ഐസ് വാട്ടറാണ് കേട്ടോ. നന്നായിട്ട് തണുത്ത വെള്ളമാണ്, ക്യൂബല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം തന്നെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്
ഇതിലുള്ള എല്ലാം തന്നെ നീരാവി ഉള്ളിലേക്ക് ഒറ്റിക്കോളും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ചെയ്യേണ്ടത്. ഇനി നമ്മളൊരു 20 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. ഫുള്ളായിട്ട് തണുത്ത് എല്ലാം തന്നെ ഉറ്റി വീണതിന് ശേഷം നമ്മൾ പിന്നെ അരമണിക്കൂർ തന്നെ വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം വേണം നമ്മളിത് എടുക്കുന്ന സമയത്ത് ആ പാത്രത്തിലുള്ള വെള്ളം അതിലേക്ക് ഇറ്റ് വീഴാതെ എടുക്കണം. അപ്പോൾ അതാ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം തന്നെ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ഡപ്പയിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം നല്ലോണം ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്നൊന്ന് വാങ്ങിക്കുന്നതിനേക്കാൾക്കൊക്കെ നമുക്ക് റാഹത്തോട് കൂടിയിട്ട് നമ്മുടെ നഖത്തിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതാ കുക്കറിൻ്റെ ഉൾഭാഗം ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു കുഴപ്പം വരില്ല. ഏത് പാത്രമാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കുഴപ്പം വരില്ല കേട്ടോ. ഉള്ളിലൊന്നും തന്നെ ഒട്ടും തന്നെ ഒരു ലീക്കൊന്നായിട്ട് പാത്രം ഒന്നും നാശമാവില്ല. നമുക്ക് സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലൊക്കെ ചെയ്ത് നോക്കണം. നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയിപ്പോൾ ഇതാ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇത് ചുവപ്പ് കളറുണ്ടെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ലിക്വിഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും കയ്യിൽ നഖത്തിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് അടിപൊളി ലിക്വിഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല കളറിലുള്ള ലിക്വിഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന കൂട്ടുകാരുണ്ടാവും. ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് ഞാനൊരു ബോട്ടിലാണ് കേട്ടോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഇതിന്നൊരു സ്വല്പം എടുത്തിട്ട് എൻ്റെ കയ്യിൻ്റെ നഖത്തിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സൂപ്പറായിട്ട് തന്നെ നന്നായിട്ട് തന്നെ കളറായി കിട്ടും കേട്ടോ. ഒരു ഇത്തിരി എടുത്തിട്ട് അതിലൊരു സ്വല്പം മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കയ്യിൻ്റെ നഖത്തിലും കാലിൻ്റെ നഖത്തിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ സാധാരണ മൈലാഞ്ചി ഒന്നും ഇപ്പോൾ ഇടാറില്ല. കഴിഞ്ഞ പോലെ ഇതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇട്ടു. ഇനിയിപ്പോൾ അതാ ഇപ്രാവശ്യം കൂടി ഒന്ന് ഇടുന്നുണ്ട്. നല്ലോണം തന്നെ കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അറിയാത്തവർക്ക് ഇതാ അതുപോലെ മൈദ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. മൈദ കൂടി പോവരുത്, ലിക്വിഡും കുറഞ്ഞു പോവരുത്. നല്ലൊരു രീതിയിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിൻ്റെ നഖത്തിലും കാലിൻ്റെ നഖത്തിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് തന്നെ നല്ല കളറായിട്ട് കിട്ടും കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ നല്ല കളറ് വരുന്നുണ്ട്. ഞാനത് ഉണങ്ങുന്ന വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ നല്ലോണം കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കൈയൊക്കെ നന്നായിട്ടൊന്ന് ചുവപ്പ് കളറാക്കി എടുക്കുക. നമുക്ക് കെമിക്കലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്. താങ്ക് യു.